ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഡൽഹിയിൽ കുറച്ച് മോണുമെന്റ്സ് കാണാം. ആദ്യം കുത്തബ് മീനാർ. 40 രൂപയാണ് ഇതിൻ്റെ എൻട്രി ഫീ. നമുക്ക് കണ്ടാലോ? ഇന്ത്യയിൽ ഈ ടിക്കറ്റ് ഫെസിലിറ്റി ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത മോണുമെൻ്റാണ് കുത്തബ് മീനാർ. നല്ല ഭംഗിയുള്ള പ്ലേസ് ആണ്. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിനാറാണ് കുത്തബ് മീനാർ. ഇൻഡോ ഇസ്ലാമിക വാസ്തുശില്പകലയ്ക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഗോപുരം. ഇസ്ലാമിക വാസ്തുകലയിലെ 8 മട്ടകോണുകളും 8 ചാപങ്ങളും ചേർന്നതാണ് ഇതിൻ്റെ രൂപരേഖ. ഇതിൽ 12 കോണുകളും 12 ചാപങ്ങളും ഉപയോഗിച്ചിരിക്കുന്നു. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഒരിക്കലും തുരുമ്പെടുക്കാത്ത അയൺ പില്ലറാണിത്. ചന്ദ്രഗുപ്ത സെക്കൻഡ് നിർമ്മിച്ച ഇരുമ്പ് സ്തംഭം, പ്രശസ്തമായ ഇരുമ്പ് സ്തംഭം ആണിത്. അതായത് നമ്മൾ വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്ന ചന്ദ്രഗുപ്ത സെക്കൻഡ് നിർമ്മിച്ചതാണിത്. അത് ഒരിക്കലും തുരുമ്പെടുക്കില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. സൗത്ത് ഇന്ത്യയിലെ മെഹ്റോളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കുത്തബ് മീനാർ സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് അവിടെ തന്നെയാണ്. 1199 ഡൽഹി സുൽത്താനായിരുന്ന കുത്ബുദ്ദീൻ ഐബക്ക് ആയിരുന്നു ഇതിൻ്റെ കുത്തബ് മീനാറിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ ആദ്യ നില പണി കഴിപ്പിച്ചതും അദ്ദേഹമാണ്. 72.5 മീറ്റർ ഉയരമുള്ള ഈ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് കയറുന്നതിന് 399 പടികളുണ്ട്. 5 നിലകളുമുണ്ട്. ഇതിൻ്റെ താഴെ തട്ടിൻ്റെ വ്യാസം എന്ന് പറയുന്നത് 14.3 മീറ്ററും മുകളിലത്തെ നിലയുടെ വ്യാസം 2.75 മീറ്ററുമാണ്. സുൽത്താൻ ഇൽത്തുമിഷാണ് 1229 മറ്റ് 4 നിലകളുടെ പണി പൂർത്തീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഖബറിടമാണ് ഈ കാണുന്നത്.
ഇതാണ് അലി മിനാർ എന്ന സ്തൂപം. ഡൽഹി സുൽത്താനായിരുന്ന അലാവുദ്ദീൻ ഖിൽജി പണി തുടങ്ങിയ ഒരു സ്തൂപമാണ്. ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചത് വളരെ ഒരു സ്തൂപമാണിത്. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാണ് ഇത്, പക്ഷേ ഇന്ന് ഉപയോഗശൂന്യമാണ്. ഇത് ബ്രിട്ടീഷുകാർ അവിടെ താമസിച്ചിരുന്ന സ്ഥലമാണ്. ഇതാണ് മുഗൾ ഗാർഡനാണ് കാണുന്നത്. തൊട്ടുകാണുന്ന മുഗൾ ഗാർഡൻ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലോട്ടസ് ടെമ്പിൾ ആണ്. ഡൽഹി നഗരത്തിന്റെ ഒരു പ്രധാന ആകർഷണമാണ് ലോട്ടസ് ടെമ്പിൾ എന്ന ബഹായ് ക്ഷേത്രം. ബഹായ് മതവിശ്വാസികളുടെ ആരാധനാലയമാണെങ്കിലും നാനാജാതി മതസ്ഥർ ഇത് സന്ദർശിക്കാറുണ്ട്. 1986 പണികഴിപ്പിച്ച ഈ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും വലുതും ശില്പചാതുര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നതുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. താമരപ്പൂവിൻ്റെ ആകൃതിയിലുള്ള ഈ അമ്പലത്തിൻ്റെ 9 വശങ്ങൾ വെണ്ണക്കല്ലിൽ പൊതിയപ്പെട്ട് 3 ഗണങ്ങളിൽ സ്വതന്ത്രമായി നിൽക്കുന്ന 27 ദളങ്ങൾ ചേർന്നതാണ്. ഇതിൻ്റെ ശില്പി ഇറാൻകാരനായ ഫരിബോസ് സഹ്ബ ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യ ഗേറ്റ്. വേൾഡിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധസ്മാരകങ്ങളിലൊന്നാണ് ഇന്ത്യ ഗേറ്റ്. ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ ഡൽഹിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഇന്ത്യ ഗേറ്റ് 1-ാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ സൈനികരുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി 1931 നിർമ്മിക്കപ്പെട്ടതാണ്. അമർ ജവാൻ ജ്യോതി എന്നും ഈ സ്മാരകം അറിയപ്പെടുന്നു. എഡ്വിൻ ലൂട്ടിൻസ് ആണ് ഇതിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ ഉയരം 42 മീറ്റർ ആണ്. യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ പേരുകൾ ഇതിൻ്റെ ചുമരിൽ കൊത്തിവെച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആണേ.